ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു ടാസ്കെങ്കിലും നന്നായിട്ട് അനുമോൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു നമ്മൾ. അപ്പോൾ അനുമോൾ അതിനൊക്കെ വിപരീതമായിട്ട് ഇന്ന് നന്നായിട്ട് തന്നെ ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോൾ, അക്ബർ, ആദില, ഇവർ 3 പേരും ഈ ടാസ്ക് ചെയ്യാൻ തീരുമാനമെടുക്കുന്നത് തന്നെയായിരുന്നു ഏറ്റവും ബ്രേവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എങ്ങാനും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അകത്തോട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ ഇവർ എവിക്റ്റായിട്ട് പോവാണ്. പൈസ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഒരു സാധനം ഞാനും കൂട്ടാം. അനുമോളുടെ PR-ന്റെ ഒരു പോസ്റ്റാണ്. ഇതുപോലെ ഒരു പെൺകൊച്ചിനെ കിട്ടാനാണ് കേരളത്തിലെ 90% പയ്യന്മാരും ആഗ്രഹിക്കുന്നത്. ഇത്രയും ബോൾഡായ അനുവിനല്ലേ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? ആ 90% ആരാന്നറിയത്തില്ല. അതിനകത്ത് ഞാൻ ഇല്ല, ഉള്ള കാര്യമാണ്. മറ്റേ ഹാപ്പി ബി ഹാപ്പി സിനിമയ്ക്കകത്ത് അല്ലു അർജുൻ പറയണ പോലെ സിഗ്മ അടിച്ച് മൂഞ്ചി തെറ്റി ഇരുന്നാലും കുഴപ്പമില്ല, ലോകത്ത് വലിയൊരു സുനാമി ഒന്ന് എല്ലാ പെമ്പിള്ളേരും ഒലിച്ചു പോയിട്ട് അവസാനം അവശേഷിക്കുന്ന ഈ ഒരു പെങ്കൊച്ചാണെങ്കിൽ ഉള്ളയാണ്, നമ്മൾ തിരിഞ്ഞു പോലും നോക്കൂല. ഓക്കെ, എന്താണെങ്കിലും ഒരു ടാസ്കിനകത്തോട് നമുക്കൊന്ന് പോവാം. ഈ വീടിന്റെ പ്രധാന വാതിലിന് പുറത്ത് 4 ലക്ഷം രൂപ, 20,000 രൂപയുടെ 20 പൊതുകളിലായി ഒളിപ്പിച്ച രീതിയിൽ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ടാകും. മൊത്തം 4 ലക്ഷം രൂപ, 20,000 രൂപയുടെ ഓരോ കെട്ടുകൾ, 1 മിനിറ്റ് സമയമാണുള്ളത്. ഇത് ചെയ്യാനെ കൊണ്ട് ടാസ്ക് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്ന 3 ആൾക്കാർ മാത്രം: അനുമോൾ, ആദില, അക്ബർ. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഇത് ചെയ്യാനെ കൊണ്ടുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അവരെ തെറ്റു പറയാൻ പറ്റില്ല, റിസ്കി ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. ഇനി കുറച്ച് ദിവസങ്ങളുടെ കൂടെ മാത്രമേ ഉള്ളൂ ഫിനാലേക്ക്. അങ്ങനെയുള്ള സമയത്ത് ഇത്രയും കിടിലായിട്ടൊരു തീരുമാനം എടുത്തേക്കുന്ന 3 ആൾക്കാർ തന്നെയാണ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതേ ഉള്ളൂ. സംഭവം നമ്മൾ അനുമോൾ ഹേറ്റർ ആണെങ്കിൽ, ഐ ഹേറ്റ് അനുമോൾ ആണെങ്കിലും ഈ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. എടുത്തേക്കുന്ന കിടിലൊരു തീരുമാനം തന്നെയായിരുന്നു. നന്നായിട്ട് തന്നെ അവർ ടാസ്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പൈസകൾ എടുത്തിട്ട് തിരിച്ച് വരുന്ന വിഷ്വൽസോടെ ഇങ്ങോട്ട് വെക്കാം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആദിലയുടെ കയ്യിൽ ഒരു കെട്ടുണ്ട്, ഒരു കെട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അക്ബറിൻ്റെ കയ്യിൽ ഒരു 4 കെട്ട്, അനുമോളുടെ കയ്യിൽ 6 എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ, ഇനി എനിക്ക് കണ്ടതിൻ്റെ തെറ്റാണെന്ന് അറിയത്തില്ല. അങ്ങനെയായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്, കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. അതിനുശേഷം ഇവർ തന്നെ തീരുമാനിക്കുന്നുണ്ട് എത്ര കെട്ടാണെങ്കിലും ഇവർ ഒരുമിച്ച് പോയി എടുക്കുക, പരസ്പരം സഹായത്തോടു കൂടി തന്നെ എടുക്കുക, എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഈക്വലായിട്ട് ഷെയർ ചെയ്യാന്നുള്ളൊരു തീരുമാനം ഇവർ എടുത്തിട്ടായിരുന്നു ആ ഒരു ടാസ്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തിരിച്ചിപ്പുറത്ത് വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളോട് ഇങ്ങോട്ട് വെക്കാം. എത്ര എടുത്തത് നിങ്ങൾ? ടോട്ടല് എത്ര? 80. ഇത് 80,000 ഉണ്ട്. 20, 30, 60, 70, 4, 5, 6, 10, 10, 40,000. കൺഗ്രാജുലേഷൻ. ഞാൻ നാളെടുത്തു. നിങ്ങൾ ഫ്രണ്ടില് മറ്റേ വലിപ്പെടുത്തുന്നില്ലല്ലോ? അല്ല, അതിലുള്ള ഒരു ഞാൻ അടുത്ത് ഫ്രണ്ടില് മറ്റേ ഹാൻഡ് വെക്കൂല, അങ്ങനെയല്ല. കാരണം ഞങ്ങള് അതായത് ഞാൻ ഡിക്കി നോക്കാം, അങ്ങനെ നോക്കാം, അങ്ങനെ അതിന് നടക്കൂല. അല്ലെങ്കിൽ 1 ലാക്ക് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കും. 2,20,000. മൊത്തം 2,20,000 രൂപയോളം ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 4 ലക്ഷമായിരുന്നു ആ ഒരു കാരണത്തുണ്ടായിരുന്നത്. 2,20,000 ഇവർ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ആദിലയുടെ കയ്യിലുള്ള പൈസ ഒക്കെ ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുന്നത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു, അങ്ങനത്തെ സീനൊന്നും അല്ല. അങ്ങനെ കുറേ സാധനം പറയുന്നുണ്ട്. അതായത് അനുമോൾ തട്ടിപ്പറിച്ചു, അടിച്ചു മാറ്റി എന്നുള്ള സാധനങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് മൊത്തം കുറേ കൺഫ്യൂഷൻസ് പറ്റിയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇൻറ്റൻഷ്യലി അങ്ങനെ ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാര്യം അത് പൈസയുടെ കാര്യത്തിലായതുകൊണ്ടാണ്. കാര്യം അത് തൂക്കുമല്ലോ. പിന്നെ അക്ബർ തന്നെ പറയാൻ, അക്ബറിനും അറിയാം 4 എണ്ണം എടുത്തിട്ടുണ്ടെന്ന്. പിന്നീട് അക്ബർ തന്നെ മാറ്റി പറഞ്ഞുകൊണ്ട് 3 എണ്ണം ആയിരിക്കാം എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ട്. അതിലൊന്നും അവർ ആ ഒരു രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പറയുന്നത് ഇവർ ഓൾറെഡി മുൻപ് തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു. കിട്ടുന്ന പൈസ എത്രയാണ് അത് ഈക്വലായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ. ആദില എത്ര കിട്ടി? ഞാൻ 1 കെട്ടാന്ന് തോന്നുന്നു എടുത്തത്. അത് നിങ്ങളുടെ ബാക്കി കുറവുള്ളതെന്താ? ഓരോരുത്തരും എടുത്തത് അവരവർക്ക് സ്വന്തമാണ്. ആദില എത്ര എടുത്തു എന്നറിയില്ലേ? നിങ്ങൾക്ക് ഞാൻ 4 കെട്ട് എടുത്തായിരുന്നു.
ഞാൻ 1,00,000 മൊത്തം 14 4 4 കെട്ട് എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ 4 അപ്പൊ ബാക്കി നിന്റെ 7 ഒഴിച്ചിട്ട് 6 4 അപ്പൊ നീ എടുത്തില്ലേ? ഞാൻ എടുത്തായിരുന്നു. അവളെ കയ്യിലുണ്ടായിരുന്നല്ലോ. 14 2 4 6 8 10 12 14 ഞാൻ 14 തന്നെ എടുത്തേ. ഞാൻ എടുത്തായിരുന്നു. വിഷയം വീട് അപ്പൊ 3 ആയിരിക്കും. 3 മൊത്തത്തിൽ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻസ് പറ്റിയിട്ടുണ്ട് കേട്ടോ. മെയിൻ കൺഫ്യൂഷൻ പറ്റാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നല്ലോ, അത് ഈക്വലായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എനിക്ക് എത്ര കിട്ടി അത് കിട്ടി എന്നുള്ള കൂടുതൽ അവർ ബോധർ ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതുകൊണ്ടായിരിക്കാം വന്നിട്ട് നേരെ ഓക്കെ ഈക്വലായിട്ട് ഷെയർ ചെയ്യല്ലേ, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. പിന്നെ അക്ബറും പറയുന്നുണ്ട് ഓക്കെ എനിക്ക് 3 എന്നുള്ള ഇതിൽ സത്യത്തിൽ 4 ആയിരുന്നു അക്ബറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ബിഗ് ബോസ് ഞാൻ ഒരു കെട്ടെടുത്തു. എത്ര 20,000. ബിഗ് ബോസ് ഞാൻ 3 കെട്ടാണ് 60,000. ബിഗ് ബോസ് ഞാൻ 7 കിട്ടും. എത്ര? ആദില ഒരു കെട്ടാണോ? അതെ ബിഗ് ബോസ്. 20,000 രൂപ നേടിയിരിക്കുന്നു. താങ്ക് യു ബിഗ് ബോസ്. അക്ബർ 3 കെട്ടാണ് ബിഗ് ബോസ്. അക്ബർ 60,000 രൂപ നേടിയിരിക്കുന്നു. ബിഗ് ബോസ് ഞാൻ 7 അനുമോൾ 7 കിട്ടും. അനുമോൾ എന്തോ 1,40,000 രൂപ നേടിയിരിക്കുന്നു. സത്യത്തിൽ അനുമോളുടെ കയ്യിൽ 6 ആയിരുന്നു, അക്ബറിന്റെ കയ്യിലുള്ള 1 ആയിരിക്കും ഇപ്പം അനുമോളുടെ കയ്യിലോട്ട് ഇത് പോയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇവരിപ്പം വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നാളുകളിൽ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് അടിയും വഴക്കുണ്ടാക്കുമെന്ന് അറിയത്തില്ല. കാര്യം ഇവർ ഈക്വലായിട്ട് ഷെയർ എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത്. അപ്പം എന്താണെങ്കിൽ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കുന്ന തരത്തില്ല. എന്നാലും എനിക്ക് തോന്നുന്നില്ല അക്ബർ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പൈസയുടെ പേരിൽ. കാര്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ അക്ബർ അത്യാവശ്യം ഡീസൻ്റ് ആണ്. പിന്നെ ആദില അനുമോളും രണ്ടുപേരും കണക്കാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വഴക്കുണ്ടാക്കാനെ കൊണ്ട് സാധ്യത കൂടുതലുള്ള ആൾക്കാരാണ്. പിന്നെ അക്ബറിന്റെ കാര്യം പറയാൻ കഴിഞ്ഞ ദിവസമാണെങ്കിലും നൂറ അക്ബർ അവസാനം ആ ഒരു ടാസ്കിനകത്ത് വന്നപ്പോൾ പോലും അക്ബർ അതിനകത്ത് ഓക്കെ ആയിരുന്നു. ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെ അക്ബർ നിന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും നൂറയ്ക്ക് ആ പൈസ കൊടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അക്ബറിന്റെ അടുത്ത് അക്ബർ എടാ സൂര്യടാ ഇത് ഇവരുടെ അടുത്ത് അപ്പം ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല അത് അങ്ങനെയാണെന്നുള്ളത് അക്ബറിന് അറിയാം എന്നുള്ള രീതി തന്നെയായിരുന്നു അക്ബർ സംസാരിച്ചിരുന്നത്. എന്താണെങ്കിലും എപ്പിസോഡിനകത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു കാര്യം കാണാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ അതിനകത്ത് ഭയങ്കര ഒരു നെഗായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ്റെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ നെവിൻ അത്യാവശ്യം നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്. ആ ഒരു കഴിഞ്ഞൊരു വീക്കിൽ കാണിച്ചു കൂട്ടിയേക്കുന്ന കോപ്രായങ്ങൾ ഇല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ തന്നെയായിരുന്നു നെവിൻ. കുറേ ഈ പറയുന്ന ലാലേട്ടൻ എപ്പിസോഡിൽ കുറച്ച് എന്താ പറയുക ക്യൂട്ട്നെസ് അനുമോട് കൂട്ടി ഇടയ്ക്ക് ഇടാറുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം എൻ്റർടൈനർ ആയിട്ട് ആ ഒരു ഹൗസിനകത്തുള്ള ഒരാൾ നെവിൻ തന്നെയാണ്. പക്ഷേ നെവിൻ ഈ ഒരു ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരമാണ് നെവിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അനുമോളുടെ അടുത്ത് പോയിട്ട് അനുമോളെ എനിക്ക് അങ്ങനെ ഇല്ല പക്ഷേ എന്തെങ്കിലും പറയണ്ടോ ഞാൻ മൂത്തുക്ക് കാര്യം പറയുന്നവരുണ്ട്. അങ്ങനെ ഹഗ് കാര്യങ്ങളൊക്കെ നെവിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നെവിനെ വിളിക്കുന്ന ആ ഒരു വിഷയം നമുക്ക് കാണാം. ആരൊക്കെയാണ് ആ 3 പേർ? ഞാനല്ല, എനിക്ക് വയ്യ റിസ്ക് എടുക്കാൻ. ഒരുമിച്ചാണോ ബിഗ് ബോസ് പോകുന്നത്? എനിക്ക് പറ്റും. ഇത് ബിഗ് ബാൻ വീക്കാണ്, ഇത് വേറെയാണ്. ഇത് എനിക്ക് പറ്റുമായിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞാൽ ബിഗ് ബോസ് 3 പേര് ഒരുമിച്ചാണോ പോകണ്ടേ? എനിക്ക് ഒറ്റ പൈസ കിട്ടിയിട്ടില്ല. നോക്കണേ. ഓ ഐ സീ യു. ആരടുത്തത്? അനു എടുക്കണോന്നില്ല, പോയിട്ട് വരാം. നെവിന് പറ്റില്ല. ഇനി അവിടെ അത് ഭയങ്കര മോശമായി പോയി കേട്ടോ. കാര്യം ഇതിനു മുന്നേ ഇവിടെ പല ആൾക്കാരും കാണിച്ചു കൊടുക്കുക എന്തോരം കോപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഷാനവാസ്, അനീഷ്, അനുമോള്, ആദില, നൂറ, ഇവിടെ ആ ഹൗസിനകത്തുള്ള പിന്നെ ശരത്തപ്പ, അനി, അക്ബർ ഇവരെല്ലാവരും ഒരുപാട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഇത്രയും ഇതായിട്ടുള്ള നടപടിയൊന്നും സ്വീകരിക്കാണ്ടിരുന്ന ബിഗ് ബോസ് അത്രയും രൂക്ഷമായിട്ട് ചെയ്യാണ്ടിരുന്നത് നെവിൻ്റെ ഈ ഒരു കേസിൽ ഇങ്ങനെ കൊടുത്തേക്കുന്ന ആ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. കാര്യം ബാക്കിയുള്ള പല ആൾക്കാരും ഇത്തരത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും നടപടി എടുക്കാത്ത സ്ഥിതിക്ക് നെവിൻ നോക്കുമ്പോഴേ എന്താണ് ഓക്കെ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ലെന്നായിരിക്കാം നെവിനും വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളപ്പം നെവിനെ ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഒഴിവാക്കി നിൽക്കുക സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഒരു ടാസ്കിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു കാര്യത്തിലൂടെയാണ് നെവിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിൽ ഇത്ര റിസ്കി ആയിട്ടുള്ള ഈ ഒരു ടാസ്ക് ഈ അവസാന നിമിഷത്തിൽ ഈ 3 പേര് ഏറ്റെടുത്തേക്കുന്ന ഒരു കാര്യം എന്താണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അടിപൊളിയായിട്ട് തന്നെ ആയിരുന്നു അവർ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ പൈസയുടെ പേര് ഇനി അടുത്ത ദിവസങ്ങൾ അട്ടിമഴക്കുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ നോക്കി കാണേണ്ടുന്നത്. എന്താണെങ്കിൽ ഇത് കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി.